പ്രിയ ആത്മീയ സഹോദരങ്ങളെ, സ്നേഹപൂർവം നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മുണ്ടക ഉപനിഷത്ത് എന്ന അതിപ്രാധാന്യമുള്ള ആത്മീയ ഗ്രന്ഥത്തെക്കുറിച്ചാണ്. വേദാന്തത്തിൻ്റെ ഹൃദയം എന്ന് പറയാവുന്ന ഒരു ഉപനിഷത്ത്. ഉപനിഷത്ത് എന്നത് രഹസ്യമായി കാതിലേക്ക് പറയപ്പെടുന്ന ജ്ഞാനം എന്നർത്ഥം വഹിക്കുന്നു. പുറത്ത് വായിച്ച് അറിവാകുന്ന ഒന്നല്ല, ഉള്ളിലേക്ക് ഇറങ്ങി അനുഭവിക്കേണ്ട സത്യമാണ് ഉപനിഷത്തുകൾ. മുണ്ടക ഉപനിഷത്ത് നമ്മോട് ഒരു അടിസ്ഥാന ചോദ്യമാണ് ചോദിക്കുന്നത്. നിനക്ക് എല്ലാം അറിയാമെന്ന് തോന്നുന്നുവോ? അപ്പോൾ നിനക്ക് നിന്നെ അറിയാമോ? മുണ്ടക ഉപനിഷത്ത് അഥർവവേദത്തിൻ്റെ ഭാഗമാണ്. ഇത് 3 മുണ്ടകങ്ങളായി, ഓരോ മുണ്ടകവും 2 ഖണ്ഡങ്ങളായി വിഭജിച്ചിരിക്കുന്നു. ഈ ഉപനിഷത്ത് ഒരു ഗുരു-ശിഷ്യ സംവാദമാണ്. ശിഷ്യൻ ശൗനക മഹർഷി, ഗുരു അംഗിരസ മഹർഷി. ശൗനകൻ ഗുരുവിനോട് ചോദിക്കുന്ന ചോദ്യം അത്യന്തം ശക്തമാണ്. ഭഗവാനെ, ഒന്ന് അറിയുമ്പോൾ എല്ലാം അറിയപ്പെട്ടതായി മാറുന്ന ആ ജ്ഞാനം ഏതാണ്? ഇത് മനുഷ്യൻ്റെ ജീവിതത്തിലെ പരമചോദ്യമാണ്. ഗുരു നൽകുന്ന ആദ്യത്തെ പഠിപ്പിതാണ്. 2 തരം വിദ്യകളുണ്ട്. ഒന്ന് അപരാവിദ്യ, 2 പരാവിദ്യ. അപരാവിദ്യ എങ്കിൽ വേദങ്ങൾ, ശാസ്ത്രങ്ങൾ, കർമ്മങ്ങൾ, ആചാരങ്ങൾ, യാഗങ്ങൾ, പാണ്ഡിത്യം, ഇവയെല്ലാം പ്രയോജനമുള്ളവയാണ്, പക്ഷേ മോക്ഷത്തിലേക്ക് നയിക്കില്ല. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ വിദ്യാഭ്യാസം, ബിരുദങ്ങൾ, സമ്പത്ത്, സ്ഥാനമാനം, സോഷ്യൽ മീഡിയ അറിവ്, ഇവയെല്ലാം അപരാവിദ്യ തന്നെയാണ്. പരാവിദ്യ യയാ തദക്ഷരം അധിഗമ്യതേ, അക്ഷരമായ ബ്രഹ്മത്തെ അറിയുന്ന വിദ്യ. അത് ആത്മജ്ഞാനം, സ്വയം അറിയൽ, ധ്യാനത്തിലൂടെ ലഭിക്കുന്ന ബോധം. മുണ്ടക ഉപനിഷത്ത് വ്യക്തമായി പറയുന്നു, മോക്ഷം കർമ്മത്തിലൂടെയോ ആചാരത്തിലൂടെയോ അല്ല, ജ്ഞാനത്തിലൂടെയാണ്. ഉപനിഷത്ത് ഒരു ശക്തമായ ഉപമ പറയുന്നു. അന്ധന്മാർ അന്ധന്മാരെ നയിക്കുന്നത് പോലെ അവിദ്യയിലുള്ളവർ മറ്റുള്ള അവിദ്യക്കാരെ നയിക്കുന്നു. ഇന്നത്തെ സമൂഹത്തിൽ അറിയാത്തവർ സംസാരിക്കുന്നു, അനുഭവമില്ലാത്തവർ ഉപദേശിക്കുന്നു, ധ്യാനം ചെയ്യാത്തവർ ധ്യാനത്തെക്കുറിച്ച് വിധിക്കുന്നു. സ്വയം കാണാതെ മറ്റുള്ളവരെ നയിക്കുന്നതാണ് മനുഷ്യൻ്റെ ദുഃഖം. മുണ്ടക ഉപനിഷത്തിലെ ഏറ്റവും മനോഹരമായ ഉപമ ഒരു വൃക്ഷത്തിലെ 2 പക്ഷികളെ കുറിച്ചുള്ളതാണ്. ഒന്നാം പക്ഷി ഫലം തിന്നുന്നു, അതായത് സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു. രണ്ടാമത്തെ പക്ഷി ഒന്നും തിന്നാതെ ശാന്തമായി നോക്കുന്നു. ഫലം തിന്നുന്ന പക്ഷിയാണ് ജീവാത്മാവ്. നോക്കി നിൽക്കുന്ന പക്ഷിയാണ് പരമാത്മാവ്, അല്ലെങ്കിൽ സാക്ഷി. നമ്മൾ ജീവിതത്തിൽ വേദനയും ആസ്വാദനവും അനുഭവിക്കുന്നു, പ്രതികരിക്കുന്നു, ദുഃഖിക്കുന്നു. പക്ഷേ നമ്മിൽ ഒരാൾ എല്ലാം കാണുന്നു, പ്രതികരിക്കുന്നില്ല, ശാന്തനാണ്. ധ്യാനം എന്നത് ആ സാക്ഷി പക്ഷിയിലേക്ക് മാറുന്ന പ്രക്രിയയാണ്. ഉപനിഷത്ത് പറയുന്നു, ന തപസ്സ ന ദാനേന ത്യാഗേ നൈകേ അമൃതത്വ മാനുഷം. അമൃതത്വ മാനുഷഃ. തപസ്സുകൊണ്ടും ദാനത്തിലൂടെയും ആചാരങ്ങളിലൂടെയും അല്ല, ത്യാഗത്തിലൂടെയാണ് അമൃതത്വം. ത്യാഗം എന്നത് വസ്തുക്കൾ ഉപേക്ഷിക്കലല്ല, ബന്ധങ്ങൾ ഉപേക്ഷിക്കലല്ല, അഹങ്കാരത്തിൻ്റെ ത്യാഗം, ഞാൻ എന്ന ഭ്രമത്തിൻ്റെ ത്യാഗം. മുണ്ടക ഉപനിഷത്ത് വ്യക്തമായി പറയുന്നു, ആത്മാവ് സൂക്ഷ്മമാണ്,
ശബ്ദത്തിലൂടെയോ ഗ്രന്ഥങ്ങളിലൂടെയോ ലഭിക്കില്ല. ശാന്തമായ മനസ്സിൽ മാത്രമേ തെളിയൂ. ഇത് പത്രിജിയുടെ വാക്കുകളുമായി പൂർണ്ണമായി ഒത്തുചേരുന്നതായി ഇത് മനസ്സിലാക്കുമ്പോൾ എനിക്കൊരു ഉണർവുണ്ടായി. പത്രിജി പറയാറുണ്ട്, ധ്യാനം എന്നാൽ സ്വയം അറിയാനുള്ള ശാസ്ത്രീയ മാർഗം എന്ന്. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, മുണ്ടക ഉപനിഷത്ത് നമ്മോട് പറയുന്നത് ഇതാണ്: കർമ്മം മതിയാകില്ല, ആചാരം മതിയാകില്ല, അറിവും മതിയാകില്ല. പിന്നെ എന്ത് വേണം? അനുഭവം വേണം, ആത്മബോധം വേണം, ധ്യാനം വേണം. ബ്രഹ്മവിദ് ബ്രഹ്മവ ഭവതി. ബ്രഹ്മത്തെ അറിഞ്ഞവൻ ബ്രഹ്മമായി തീരുന്നു. നമ്മളെല്ലാം ആ ബ്രഹ്മത്തിൻ്റെ പ്രകടനങ്ങളാണ്. ഇത് കേൾക്കാനല്ല, അനുഭവിക്കാണ്. ഇത് കേൾക്കാനല്ല, അനുഭവിക്കാനാണ്. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഈ നല്ലൊരു ഉപനിഷത്തിനെ പറ്റി നിങ്ങളോട് വളരെ ചുരുങ്ങിയ വാക്കുകളാൽ ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഏറെ സന്തോഷം. ഇന്നത്തെ ദിവസം നിങ്ങൾക്കെല്ലാവർക്കും ഒരു ശുഭദിനമായിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. സ്നേഹം. നമസ്കാരം.